നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കുവൈറ്റിൽ ഇതുവരെ കോവിഡ് ബാധിച്ചവർ 2.5 ലക്ഷം കവിഞ്ഞു. ബുധനാഴ്ച വരെ 2,01,675 പേർക്കാണ് കുവൈറ്റിൽ കോവിഡ് ബാധിച്ചത്. ഇതിൽ 2,30,53 പേർ രോഗമുക്തി നേടി. 1423 പേർ മരണപ്പെട്ടു. 15,199 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. 237 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നു. 21,87,159 പേർക്കാണ് പരിശോധന നടത്തിയത്. 11.5% മൊത്തത്തിലുള്ള ടെസ്റ്റ് പോസിറ്റിവിറ്റി. എന്നാൽ സമീപ ദിവസങ്ങളിലും ആഴ്ചകളിലും ഇത് 15% മുകളിലാണ്. ഭാഗിക കർഫ്യൂ നടപ്പാക്കിയിട്ടും കേസുകൾ കുറയാത്തത് ആശങ്കാജനകമാണ്. ആകെ ചികിത്സയിലുള്ളവരുടെ എണ്ണത്തിലും മരണസംഖ്യയിൽ സമീപ ആഴ്ചകളിൽ ഗണ്യമായ വർധനയുണ്ടായിരുന്നു. കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന 9 പേർ കൂടി മരിച്ചു. ഇതോടെ ആകെ മരണം 357 ആയി. വ്യാഴാഴ്ച 989 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ 821 പേർ സമ്പർക്കം മൂലം രോഗം ബാധിച്ചവരാണ്. 168 പേർ വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയവരാണ്. 597 പേർക്ക് രോഗമുക്തി ഉണ്ടാവുകയും ചെയ്തു. നിലവിലുള്ള ആകെ രോഗികൾ 21,610 ആണ്. 11,120 പേർക്കാണ് പരിശോധന നടത്തിയത്. ആകെ 18,25,071 പേരെ പരിശോധിച്ചപ്പോൾ 1,93,982 പേർക്കാണ് വൈറസ് ബാധയുണ്ടായത്. മരിച്ചവരും രോഗം ഭേദമായവരും ഉൾപ്പെടെയാണിത്. ഇതുവരെ ആകെ 1,71,985 പേർക്കാണ് രോഗമുക്തി ഉണ്ടായത്. 1,467 പേരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. 489 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. സൗദിയിൽ കോവിഡ് രോഗികളുടെ എണ്ണം കൂടുന്നു. കഴിഞ്ഞ ആഴ്ച കുറവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിലും ഇന്നലെ കൂടുകയായിരുന്നു. പുതുതായി 985 പേർക്കാണ് ഇന്നലെ കോവിഡ് റിപ്പോർട്ട് ചെയ്തത്. 24 മണിക്കൂറിനുള്ളിൽ രോഗമുക്തി നേടിയവരുടെ എണ്ണം 661 ആണ്. 10 മരണങ്ങളാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളെക്കാളും രോഗികളുടെ എണ്ണവും മരണനിരക്കും കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ സൗദിയിൽ 9,249 രോഗികൾ സൗദിയിലെ ആശുപത്രിയിൽ കഴിയുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. റിയാദിലാണ് രോഗം ബാധിച്ചവരുടെ എണ്ണം കൂടുതൽ. ഇന്നലെ റിയാദിൽ 463 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 14 കോവിഡ് മരണം. കഴിഞ്ഞ വർഷം ഒക്ടോബറിന് ശേഷം രാജ്യത്തുണ്ടായ ഒറ്റ ദിവസത്തെ ഏറ്റവും കൂടിയ മരണനിരക്കാണിത്. അതിനിടെ കോവിഡ് മൂലം തീവ്രപരിചരണ ആവശ്യം വരുന്ന രോഗികളുടെ എണ്ണം ഉയർന്നതും ആശങ്കയുണർത്തുന്നു. വ്യാഴാഴ്ചയോടെ തീവ്രപരിചരണ വിഭാഗങ്ങളിൽ കഴിയുന്നവരുടെ എണ്ണം 267 ആയി ഉയർന്നു. ആശുപത്രിയിൽ കഴിയുന്നവരുടെ എണ്ണം 786 ആയിട്ടുണ്ട്. കോവിഡ് ആരംഭിച്ച ശേഷമുള്ള ഏറ്റവും ഉയർന്ന കണക്കാണിത്. ബഹ്റൈനിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാത്തതിനാൽ 4 പള്ളികളുടെ പ്രവർത്തനം നിർത്തിവെച്ചു. ഇസ്ലാമിക കാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്ത് കോവിഡ് വ്യാപനം ചെറുക്കുന്നതിന്റെ ഭാഗമായി കർശന നിയന്ത്രണങ്ങളോടെയാണ് റമദാൻ മാസത്തിൽ പള്ളികളിലെ പ്രാർത്ഥനയ്ക്ക് അനുമതി നൽകിയത്. ബഹ്റൈനിൽ 1,175 പേർക്കാണ് കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചത്. 4 പേർ കൂടി മരിച്ചു. 931 പേർ കൂടി രോഗമുക്തി നേടി. 11,302 പേരാണ് രാജ്യത്ത് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 91 പേരുടെ നില ഗുരുതരമാണ്. സൗദി അറേബ്യയിൽ നിന്ന് പുറത്തുനിന്നുള്ളവർക്ക് ഉംറ ചെയ്യാൻ അവസരം നൽകി ഹജ്ജ് ഉംറ മന്ത്രാലയം നടപടിക്രമങ്ങൾ പ്രഖ്യാപിച്ചു. സൗദിയിലേക്കുള്ള യാത്രയുടെ 72 മണിക്കൂർ മുമ്പ് അംഗീകൃത ലാബിൽ നിന്ന് കോവിഡ് ടെസ്റ്റ് നടത്തി സർട്ടിഫിക്കറ്റ് കരുതണം. യാത്രയ്ക്ക് മുമ്പ് ഉംറ നിർവഹിക്കൽ, മസ്ജിദുൽ ഹറാമിലും റൗദ ഷെരീഫിലും നിസ്കരിക്കൽ, മുഹമ്മദ് നബിയുടെ ഖബറിടം സന്ദർശിക്കൽ എന്നിവയ്ക്കായി തവൽക്കന, ഇതർമന എന്നിവയിൽ ഏതെങ്കിലും ഒരു ആപ്പ് വഴി മുൻകൂട്ടി ബുക്ക് ചെയ്യണം. സൗദി അറേബ്യയിൽ എത്തിയ ശേഷം മക്കയിൽ പ്രത്യേകമായി ഏർപ്പെടുത്തിയിരിക്കുന്ന ഹോട്ടൽ മുറികളിൽ 3 ദിവസം ക്വാറന്റൈനിൽ കഴിയണം. പ്രതിവർഷം 40 കോടി റിയാൽ സമാഹരിക്കാനാകുമെന്ന പ്രതീക്ഷയോടെ നടപ്പാക്കുന്ന മൂല്യവർദ്ധിത നികുതി വെള്ളിയാഴ്ച മുതൽ നടപ്പിൽ വരുമെന്ന് ഒമാൻ. വാറ്റ് നടപ്പാക്കുന്നതിന് ആവശ്യമായ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. വാറ്റുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണ, വാറ്റ് കമ്പ്യൂട്ടർ സംവിധാനത്തിന്റെ പ്രവർത്തനം, ആവശ്യമുള്ള വകുപ്പുകളുമായുള്ള ഇലക്ട്രോണിക് ലിങ്കിംഗ് എന്നിവ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒരു ഉൽപ്പന്നത്തിന്റെയോ സേവനത്തിന്റെയോ അന്തിമ വിലയുടെ 5% എന്ന നിരക്കിലാണ് വാറ്റ് കണക്കാക്കുന്നത്. 488 അവശ്യ വസ്തുക്കളായ ഭക്ഷ്യോൽപ്പന്നങ്ങളെ ഈ നികുതിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് കഴിഞ്ഞ ആഴ്ച സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പ്രഖ്യാപിച്ച 100 മില്യൺ മീൽസ് പദ്ധതിയിലേക്ക് 10 ലക്ഷം ദിർഹം സംഭാവന ചെയ്ത ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. ഇതിലൂടെ 10 ലക്ഷം പേരിലേക്ക് ഭക്ഷണം എത്തും. റമദാനിൽ 20 രാജ്യങ്ങളിലുള്ളവർക്ക് ഭക്ഷണപ്പൊതികൾ എത്തിക്കുന്ന പദ്ധതിയാണിത്. റമദാൻ മാസത്തോടനുബന്ധിച്ച് കോവിഡ് മൂലം ദുരിതത്തിലായ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും സഹായഹസ്തം നൽകാൻ ലക്ഷ്യമിടുന്ന 100 ദശലക്ഷം ഭക്ഷണപ്പൊതി പദ്ധതി വിശിഷ്ട മാനുഷിക സംരംഭങ്ങളിലൊന്നാണെന്ന് യൂസഫ് അലി പറഞ്ഞു. CBSE 10-12 ക്ലാസുകളിലെ പരീക്ഷകളുടെ കാര്യത്തിൽ പൊടുന്നനെയുണ്ടായ മാറ്റം പ്രവാസ ലോകത്തെ നിരവധി രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും ആശങ്കയിലാഴ്ത്തി. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ 10ാം ക്ലാസ് പരീക്ഷ റദ്ദാക്കാനും 12ാം ക്ലാസ് പരീക്ഷ നീട്ടിവെക്കാനുമാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ബഹ്റൈനിലെ 6 CBSE സ്കൂളുകളിലായി 3000-ഓളം വിദ്യാർത്ഥികളാണ് 10-12 ക്ലാസുകളിൽ പഠിക്കുന്നത്.
12ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമാണ് തീരുമാനം ഏറ്റവും അധികം പ്രയാസം സൃഷ്ടിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് പാഠഭാഗങ്ങളുമായുള്ള ബന്ധം നഷ്ടപ്പെടാതിരിക്കാൻ തുടർ ക്ലാസ് എടുക്കേണ്ട അധിക ഭാരമാണ് അധ്യാപകർക്ക് ഉണ്ടാകുന്നത്. കോവിഡ് പ്രതിരോധത്തിന്റെ മുൻനിര പോരാളികളായ ആരോഗ്യ പ്രവർത്തകർക്ക് ഇന്ത്യൻ എംബസിയുടെ പ്രത്യേക അംഗീകാരം. ഖത്തറിലെ ഇന്ത്യൻ ആരോഗ്യ പ്രവർത്തകർക്ക് ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്ക് ഇനി പ്രത്യേക സംവിധാനം ഒരുക്കുന്നു. ഖത്തറിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യക്കാരായ ഡോക്ടർമാർ, നഴ്സുമാർ, ലാബ് ടെക്നീഷ്യന്മാർ, ആംബുലൻസ് ജീവനക്കാർ തുടങ്ങിയ ആരോഗ്യ പ്രവർത്തകർക്ക് ഇനി മുതൽ കോൺസുലർ സേവനങ്ങൾ അടക്കമുള്ളവയ്ക്ക് ഇന്ത്യൻ എംബസിയിൽ പ്രത്യേക ഓൺലൈൻ സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.